PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റിലെ ബോണ്ട് ഓഫ് ലവ്, അതിലെ 2 പാഠം നമ്മുടെ കഴിഞ്ഞു. ഒരു ആൻസറോട്ട് കഴിഞ്ഞു, മാറ്റേണിറ്റി എന്നുള്ളതും പിന്നെ സോങ് ഓഫ് ദ ഡ്രീം ഒരു പോയും നമ്മുടെ കഴിഞ്ഞതാണ്. ഇനി അടുത്തത് ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ഇറ്റ് വാസ് ടോൾസ്റ്റോയ് ഫോം. പേരാണ് ടോൾസ്റ്റോയ് ഫോം. ഇറ്റ് വാസ് റിട്ടൺ ബൈ മഹാത്മാ ഗാന്ധി. മഹാത്മാ ഗാന്ധി എഴുതിയ അല്ലെ മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ് ഓട്ടോബയോഗ്രഫി? മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദ മഹാത്മാ ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. ആ ഓട്ടോബയോഗ്രഫിയിൽ എടുത്ത ഒരു ഭാഗം, അപ്പൊ മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയുടെ ഒരു ഭാഗമാണിത്. where he described, ഇനി ഈ ഭാഗത്ത് ഈ ടോൾസ്റ്റോയ് ഫോം എന്ന് പറഞ്ഞാൽ ഓട്ടോബയോഗ്രഫിയിൽ എടുത്ത ഒരു ചെറിയൊരു പാർട്ട് അല്ലെ, ആ പാർട്ടില് എന്തിനെ കുറിച്ചാ പറയുന്നത് നോക്കാം. where he described his life with inmates of Tolstoy farm. ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഒരു ഫാം ഉണ്ട്. ആ ഫാമിലെ ഇൻമേറ്റ്സ് അതിലെ അന്തേവാസികള്, മഹാത്മാഗാന്ധിയുടെ കൂടെ അവിടെ താമസിച്ചിരുന്ന ആളുകളെ കുറിച്ച് വിവരിക്കുകയാണ്. അവരുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് ഈ പാഠത്തിൽ കൂടെ മഹാത്മാഗാന്ധി ചെയ്യുന്നത്. അപ്പൊ ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ നമ്മൾ കേട്ടിരിക്കണേ. ഫാം നമ്മൾ കേട്ട അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു അർത്ഥമല്ല ഇവിടെ ഒരു ഫാം എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയുന്നത് ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ പശുക്കളെ അല്ലെങ്കിൽ കുറെ മൃഗങ്ങളെ അല്ലെ, കുറെ ആടുകളെ കുറെ പശുക്കളെ ഒരുമിച്ച് വളർത്തി അതിനെ നമ്മളൊരു ഫാം ആയിട്ട് കണക്കാക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ ഫാം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു കൂട്ടായ്മ. ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ടോൾസ്റ്റോയ് ഫാം was a community of Indians. അപ്പൊ ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞാൽ വലിയൊരു പാടോ അല്ലെങ്കിൽ വലിയൊരു ഫാം കുറെ മൃഗങ്ങളൊക്കെ വളർത്തുന്ന ഫാം ഒന്നും അല്ല. ഇവിടെ ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എല്ലാം കേട്ടിട്ടോ ടോൾസ്റ്റോയിനെ കുറിച്ച്. ടോൾസ്റ്റോയ് ആരാ? ടോൾസ്റ്റോയ്, ലിയോ ടോൾസ്റ്റോയ്. ഹീസ് എ റഷ്യൻ റൈറ്റർ. ഒരു റഷ്യൻ റൈറ്റർ ആണ് ടോൾസ്റ്റോയ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ ടോൾസ്റ്റോയുടെ പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഫാമിന് മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന ആ ഫാമിന് മഹാത്മാഗാന്ധി ടോൾസ്റ്റോയ് എന്ന് പേര് കൊടുത്തിരുന്നത്. ടോൾസ്റ്റോയ് ഫാം എന്ന് പേര് കൊടുക്കാനുള്ള കാരണം എന്താണെന്നും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ടോൾസ്റ്റോയ് ഫാം വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ, ഒരു കൂട്ടം ആളുകള്. സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ദ ട്രാൻസ്വാൾ. ട്രാൻസ്വാൾ എന്ന് പറയുന്ന സ്ഥലത്ത്, എവിടെ ട്രാൻസ്വാള്? സൗത്ത് ആഫ്രിക്ക. ഇൻ 1910 ട്രാൻസ്വാളില് സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാളില് ഒരു ഫാം ഉണ്ടാക്കി. ആ ഫാമിന്റെ പേരാണ്, ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി, അതിന്റെ പേരാണ് ടോൾസ്റ്റോയ് ഫാം. It became the headquarters of the campaign of Satyagraha, that is non-violence. ഗാന്ധിജിയുടെ നമുക്കറിയാം സത്യാഗ്രഹ, ആ നോൺ വയലൻസിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് മാറി ഏത്? ഈ ടോൾസ്റ്റോയ് ഫാം. ദ ഫാം, ഇനി ഫാമിനെ കുറിച്ച് വീണ്ടും പറയണേ. 21 miles away from ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗിൽ നിന്ന് 21 മൈൽ ഉള്ളിലാണ്. ആൻഡ് ഹാഡ് ബീൻ ബ്രോട്ട് ബൈ ദ ഹെർമൻ. അത് ആ സ്ഥാപിച്ചത് ആരാന്ന് നോക്കാം. ഈ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ആരായിരുന്നു? It had been brought by Herman Kallenbach. ഹെർമൻ കലൻബച്ച് ആണ് ഇത് സ്ഥാപിച്ചത്. ഇനി ഹെർമൻ കലൻബച്ച് ആരാണ്? വൺ ഓഫ് ഗാന്ധിജി സപ്പോർട്ടേഴ്സ്. ഗാന്ധിജിയുടെ സപ്പോർട്ടേഴ്സ്, ഗാന്ധിജിയുടെ അനുയായിയായ കലൻബച്ച് ആണ് ഇത് ഈ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത്. എവിടെയാണ്? ജോഹന്നാസ്ബർഗിൽ നിന്ന് 21 മൈല് ദൂരെ. ട്രാൻസ്വാൾ എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാളില് ജോഹന്നാസ്ബർഗിൽ നിന്ന് 21 മൈൽ അകലെയാണ് ഈ ടോൾസ്റ്റോയ് ഫാം ഉള്ളത്. ഇനി അതിന്റെ ഫൗണ്ടർ ആരായിരുന്നു? കലൻബച്ച്. ആൻഡ് ഹു വാസ് എ കലൻബച്ച്? കലൻബച്ച് വാസ് ഒരു ഫോളോവർ ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ഒരു അനുയായി, ഗാന്ധിജിയുടെ ഒരു സപ്പോർട്ടർ ആയിരുന്നു. ബോത്ത് കലൻബച്ച് ആൻഡ് ഗാന്ധിജി were highly impressed by the Tolstoy's writings.
ടോൾസ്റ്റോയുടെ റൈറ്റിംഗ്സ് നമ്മൾ പറഞ്ഞു തന്നു ഞാൻ. ടോൾസ്റ്റോയ് ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. ഹി വാസ് എ റഷ്യൻ റൈറ്റർ. ആ റഷ്യൻ റൈറ്ററായ ലിയോ ടോൾസ്റ്റോയിന് അത്രയും ഇഷ്ടമായിരുന്നു ഇവർക്ക് ബോത്ത് കലൻ ബെച്ച് ആൻഡ് ഗാന്ധിജി. രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. കലൻ ബെച്ചിനും ഗാന്ധിജിക്കും they were highly impressed by the Tolstoy's writing. ടോൾസ്റ്റോയുടെ റൈറ്റിംഗ്സ് ടോൾസ്റ്റോയ് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു റൈറ്റർ ആയിരുന്നു ടോൾസ്റ്റോയ്. So they decided to name the farm after Tolstoy. അതുകൊണ്ടാണ് ഈ ഫാമിന് ടോൾസ്റ്റോയ് ഫാം എന്ന് പേര് കൊടുക്കാൻ കാരണം. The inmates of the farm were schooled by Gandhiji himself. ഇനി the inmates of the farm, ഈ ഫാമിലെ inmates ആരാ? അവിടുത്തെ അന്തേവാസികള്, അവിടെ താമസിക്കുന്നവര് they were schooled by. സ്കൂൾ എന്താണെന്ന് അറിയാം അല്ലെ? എങ്ങനെ നമ്മൾ സ്കൂളിൽ പോണേ പഠിക്കാൻ? സ്കൂൾഡ് വെർബായിട്ടാണ് ഉപയോഗിച്ചത്, പഠിപ്പിച്ചിരുന്നത്. അവിടെ ശിക്ഷണം കൊടുത്തിരുന്നതൊക്കെ ആരായിരുന്നു? ഗാന്ധിജി ഹിംസെൽഫ്. ഗാന്ധിജി തന്നെത്താനാണ്, ഗാന്ധിജി സ്വയം ഗാന്ധിജി ആണ് ഇവരെ ശിക്ഷണം കൊടുത്തിരുന്നത്. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും എല്ലാ ശിക്ഷണങ്ങളും കൊടുത്തിരുന്നത് ഗാന്ധിജി ആയിരുന്നു. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലായി ഈ ടോൾസ്റ്റോയ് ഫാം എന്താണ്, ഇവിടെ എന്താ നടക്കണേന്ന്. ഈ പാഠത്തിന്റെ സമ്മറി ഇൻട്രൊഡക്ഷനിൽ കിട്ടി. ഇനി ആ സ്റ്റോറിയുടെ സമ്മറി നമുക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഇത്രയുള്ളൂ ടോൾസ്റ്റോയ് ഫാം. ഈ ടോൾസ്റ്റോയ് ഫാം എവിടെയാണ്? It was 21 miles away from Johannesburg, അല്ലേ? And who was the founder? കലൻ ബെച്ച്. കലൻ ബെച്ചും ഗാന്ധിജിയും കൂടിയാണ് ഇത് നടത്തുന്നത്. ഇനി അവിടെ സ്കൂളിംഗ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഗാന്ധിജി ഹിംസെൽഫ് ആണ്, അല്ലേ? ഇനി നമുക്ക് ഈ ഫാമിനെ കുറിച്ച് തുടങ്ങാം കേട്ടോ. ഈ ഫാമിൽ എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യണേ, അവരെന്തൊക്കെയാ പഠിപ്പിക്കണേ, അവിടെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിത രീതി എങ്ങനെയാന്ന് നോക്കാം. As the farm grew ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഫാം വലുതാകുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള അന്തേവാസികളുടെ എണ്ണം കൂടി വന്നു. നമ്മളൊരു സ്കൂൾ വലുതായി എന്ന് പറഞ്ഞാൽ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു സ്ഥാപനം വലുതായി എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം വലുതായി പണിയുന്നതല്ല, അവിടെയുള്ള ആക്ടിവിറ്റീസ് കൂടി വരുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ആ ടോൾസ്റ്റോയ് ഫാം ഗ്രൂ ചെയ്തു വരുന്നു എന്ന് വെച്ചാൽ അത് വളർന്നു വരുന്നോറും എന്ന് വെച്ചാൽ അതിലെ ആക്ടിവിറ്റീസ് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടി വരുന്ന സമയത്ത് ആസ് ദ ഫാം ഗ്രൂ, ഈ ഫാമിലുള്ള അന്തേവാസികളുടെ എണ്ണമാണ് ഗ്രൂ ചെയ്യുന്നത് കേട്ടോ. അവിടെ നമ്പർ ഓഫ് ഇൻമേറ്റ്സ് ആണ് ഗ്രൂ ചെയ്തത്. ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോ, ഫാം വലുതാകുക എന്ന് പറഞ്ഞാൽ ഫാമിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോ ഇറ്റ് വാസ് ഫൗണ്ട് നെസസറി ടു മേക്ക് സം പ്രൊവിഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഇറ്റ്സ് ബോയ്സ് ആൻഡ് ദ ഗേൾസ്. എന്താണ്? ആസ് ദ ഫാം ഗ്രൂ ചെയ്യുന്നത് ആളുകൾ കൂടി വരുമ്പോ എന്താ സമയം? ആദ്യം കുറച്ചുള്ള ആളുകളുള്ളപ്പോ സുഖമാണ് അല്ലെ സ്ഥാപനം കൊണ്ടു നടക്കാൻ. പക്ഷെ ആളുകൾ കൂടുന്തോറും ടു മേക്ക് സം പ്രൊവിഷൻസ് ദ നെസസറി തിങ്, ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഇറ്റ്സ് ബോയ്സ് ആൻഡ് ദ ഗേൾസ്. അവിടെയുള്ള ബോയ്സ് ആൻഡ് ഗേൾസിന്റെ എഡ്യൂക്കേഷൻ ആവശ്യം, അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള നെസസറി തിങ്സ് ഒക്കെ കൂടുതൽ വേണ്ടി വന്നു. അതില് ഇനി അവിടെ ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാസ്റ്റിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഒരു വർഗത്തിൽപ്പെട്ട ആളുകളോ അങ്ങനെ ഒന്നുമില്ല, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടെന്ന്. അവിടെ ഹിന്ദു, മുസൽമാൻ, പാർസി, ക്രിസ്ത്യൻ ബോയ്സ് ആൻഡ് സം ഹിന്ദു ഗേൾസും അവിടെ ഉണ്ട്. അപ്പൊ അവിടെയുള്ള ഇൻമേറ്റ്സ് ആരാണ്? കിട്ടിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ആർ ദ ഇൻമേറ്റ്സ്? ആരൊക്കെയാണ് അവിടുത്തെ ഇൻമേറ്റ്സ്? They were Hindus, Musliman, Parsi, Christian boys and some Hindu girls. It was not possible, I did not think it necessary to engage a special teachers for them. ഇനി ഗാന്ധിജി തന്നെ അവരെ പഠിപ്പിച്ചത് നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷനില്. അത് എന്തുകൊണ്ടാണ് ഗാന്ധിജി പറയാണ് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. പോസിബിൾ അല്ലായിരുന്നു, പോസിബിൾ സാധ്യമാകുക. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ, സാധ്യമായിരുന്നില്ല. ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി. ഗാന്ധിജി ആ കോമയുടെ ഉള്ളിലിട്ടിരിക്കണമെന്നെങ്കിൽ ആ സെന്റൻസ് വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം. വായിക്കുന്നത് ശരിക്കും നോക്കട്ടെ, എല്ലാവരും ടെക്സ്റ്റിൽ നോക്കാം. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ, അസാധ്യമായിരുന്നു ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം. അവർക്ക് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ, ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സിനെ കൊടുക്കുക എന്ന് പറഞ്ഞത് അസാധ്യമായിരുന്നു എന്ന്. അങ്ങനെ സെന്റൻസ്. അതിന്റെ ഇടയിൽ കോമന്റ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്താ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം. അതാണ് സെന്റൻസ് കംപ്ലീറ്റ് മീനിങ്. അതിനിടയിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി. അത് ആവശ്യമാണെന്ന് എനിക്കും തോന്നിയില്ലായിരുന്നു. അപ്പൊ എന്താ ഗാന്ധിജി പറഞ്ഞത്?
ഗാന്ധിജി പറയാണ് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം. അവർക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരുന്നു എന്ന്. എന്നിട്ട് അതിനിടയിൽ ഗാന്ധിജിയുടെ അഭിപ്രായം പറയണേ എനിക്കും തോന്നി അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു ടീച്ചേഴ്സിന്റെ ആവശ്യം ഇല്ല. ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് എല്ലാം കൊണ്ടുനടക്കാൻ കഴിവുണ്ടെങ്കിൽ അയാൾ മതിയിലെ എല്ലാ സബ്ജക്ട്സ് എടുക്കാനായിട്ട്. വേറൊരു ടീച്ചറുടെ ആവശ്യമില്ല. എപ്പോഴാണ് നമ്മൾ വേറെ ടീച്ചേഴ്സിന്റെ ആവശ്യം വരുന്നത്? ഒരാൾക്ക് ഇപ്പൊ ഒരു സബ്ജക്ട് മാത്രമേ പറ്റുള്ളൂ എങ്കിൽ ആ സബ്ജക്ട് മാത്രമേ അവർ എടുക്കുള്ളൂ. വേറെ ഒന്നിലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേറെ ടീച്ചേഴ്സിനെ വയ്ക്കും. അപ്പൊ ഓരോ സബ്ജക്ട്സിനും ഓരോ സ്പെഷ്യൽ ടീച്ചേഴ്സിനെ വയ്ക്കും. പക്ഷെ എല്ലാം കൊണ്ടു നടക്കാൻ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അത് മതി. ഗാന്ധിജി പറയണേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വേറെ ടീച്ചേഴ്സിന്റെ ആവശ്യം അവിടെ ഇല്ല, ഞാൻ തന്നെ മതി, എല്ലാവരെയും എല്ലാം പഠിപ്പിക്കാൻ ഞാൻ മതി എന്ന് ഗാന്ധിജി തീരുമാനിച്ചു. It was not quite possible for a qualified വേറൊരു കാരണം ഉണ്ടായിരുന്നു. ഗാന്ധിജി പറയാണ് ഞാനത് തീരുമാനിക്കാണ്, വേറൊരാളുടെ ആവശ്യം ഇവിടെ ഇല്ല, വേറെ സ്പെഷ്യൽ ടീച്ചേഴ്സ് വേണ്ട. ഇനി വേറെയും കാരണമുണ്ട്. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ, അസാധ്യമായിരുന്നു ഫോർ എ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ്, വേറെ ടീച്ചേഴ്സിനെ കിട്ടാനുണ്ടായിരുന്നില്ല എന്ന്. ഇന്ത്യൻ ടീച്ചേഴ്സ് വാസ് സ്കേഴ്സ് റയർ, വളരെ അപൂർവമായിട്ട്, സാധാരണ കിട്ടാനില്ല, വളരെ അപൂർവമായിട്ടാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ടീച്ചേഴ്സിനെ കിട്ടാനുള്ളൂ. ഇനി ആ കിട്ടിയാൽ തന്നെ എല്ലാം ഒന്നോ രണ്ടോ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാവും. അവര് തന്നെ എന്താണ് ഈവൻ വെൻ അവൈലബിൾ, അങ്ങനെ ലഭിച്ചാൽ തന്നെ കിട്ടാനില്ല. ഇനി അത് അവൈലബിൾ ആകാൻ ലഭ്യമായാൽ none would be ready, അതിന്റെ ആരും തയ്യാറാകില്ല to go to a place 21 miles distant from Johannesburg on a small salary. ഒരു ചെറിയൊരു സാലറിക്ക് വേണ്ടിയിട്ട് ഈ ജോഹനാസ്ബർഗിൽ നിന്ന് 21 മൈൽ ദൂരമാണ് ഈ ടോൾസ്റ്റോയ് ഫാമിലെ. ജോഹനാസ്ബർഗിൽ നിന്ന് 21 മൈൽ ദൂരമുള്ള ഈ ടോൾസ്റ്റോയ് ഫാമിലെ അതും സ്മോൾ സാലറി, നല്ല ശമ്പളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയും ജോലിക്ക് പോകും ഇല്ലേ? സാധാരണ ആളുകൾ എവിടെയും ജോലിക്ക് പോകാം എന്ന് വെച്ചാൽ എത്ര ഉള്ളിലായാലും എത്ര ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ആയാലും 21 മൈൽസ് പോയാലും കുഴപ്പമില്ല, നല്ല ശമ്പളം ഉണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ സാലറി കുറവാണ്. ഈ കുറവ് സാലറിക്ക് ഇത്രയും വഴി ഉള്ളിലേക്ക് വരാൻ ഇന്ത്യൻ ടീച്ചേഴ്സ് തയ്യാറായിരുന്നില്ല എന്ന്. ഓൾസോ വി വർ സർട്ടൻലി നോട്ട് ഓവർഫ്ലോയിങ് വിത്ത് മണി. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല സാലറി കൊടുത്താൽ ചിലപ്പോൾ ടീച്ചേഴ്സ് വരും, പക്ഷെ ഇവരുടെ സ്ഥാപനത്തിൽ എന്തുണ്ടായിരുന്നില്ല? We were certainly not overflowing with money. Money overflow ചെയ്യുന്നുണ്ടായില്ല എന്ന് വെച്ചാൽ എന്താണ്? They did not have much money. അവരുടെ കയ്യിൽ എന്തുണ്ടായില്ല? അധികം പൈസയൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ അധികം പൈസയില്ല, വളരെ പാവപ്പെട്ട ഒരു ചെറുതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അവരുടെ കയ്യിൽ അധികം പൈസയില്ല, പൈസ ഒഴുകുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്? ഓവർഫ്ലോ ചെയ്യുന്നില്ല, നിറഞ്ഞു കവിഞ്ഞു പോകുന്നില്ല പൈസ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുള്ളൂ, കൂടുതൽ പൈസയൊന്നുമില്ല. Certainly not overflowing with the money, and I did not think it necessary to import teachers from outside the farm. അതുകൊണ്ട് ഗാന്ധിജി പറയാണ് ഐ തിങ്ക് ദാറ്റ്, എനിക്ക് തോന്നി ഫാമിന്റെ പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ട് ചെയ്യാം, ഇറക്കുമതി ചെയ്യാം. പുറമേ നിന്ന് ഒരു ടീച്ചറിനെ ഇറക്കുമതി ചെയ്യേണ്ട, ഇവിടെ ഉള്ളവര് മതി, ഇവിടെ ഞാനുണ്ട്, ഞാൻ പഠിപ്പിച്ചോളാം എന്ന്. ഐ ഡിഡ് നോട്ട് ബിലീവ് ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഗാന്ധിജി പറയാണ് എനിക്ക് ഇഷ്ടമില്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസം. നമ്മളിവിടെ കുറെ പഠിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് തന്നെ ഇപ്പൊ സാധാരണ കുട്ടികളൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എന്താ കാര്യം ഞങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട്? അവരുടെ ജീവിതത്തിൽ ഭാവിയിലെ ഫ്യൂച്ചറിൽ ഒരിക്കലും ഈ പഠിക്കുന്ന ഇപ്പൊ ഒരു കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബൈ ഹാർട്ട് എഴുതും, എല്ലാ കാര്യമുണ്ടോ നിങ്ങളുടെ ജീവിതത്തില്? ഒന്നുമില്ല. കുറെ പ്രോബ്ലംസ്, കുറെ തിയറികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യം നമ്മുടെ ലൈഫില്, ഡെയിലി ലൈഫില് ഒന്നും സംഭവിക്കാനില്ല. ആകെ നമുക്ക് അറിയാനുള്ളത് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറെ തിയറി ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ച് അറിവ് വേണം. എന്ന് വെച്ചാൽ വായിക്കാൻ അറിയണം അല്ലേ? ഇപ്പൊ എല്ലാ സബ്ജക്ട്സും നമുക്ക് വായിക്കാൻ, അത് കൈകാര്യം ചെയ്യാൻ അറിയണം. വായിക്കാനും പറയാനും എഴുതാനും നമുക്ക് കിട്ടണം. അതേപോലെ ഇപ്പോ മാത്സിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് എന്താണ്? പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ, ഇത്രയും അറിഞ്ഞാൽ മതി. സാധാരണ നമുക്കൊരു ജീവിക്കാനായിട്ട് കുറെ തിയറികളൊന്നും പഠിച്ച് നമുക്ക് തിയറി കാര്യത്തിലേക്ക് നമ്മൾ സയന്റിസ്റ്റുകളൊന്നും ആവാൻ പോണില്ല എല്ലാവരും. അപ്പൊ എല്ലാവരുടെ ഉള്ളിലൊരു ചോദ്യമാണ്, ഇത് എന്തിനാ ഇത്രയും പഠിക്കണേ? എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മള് ഹിസ്റ്ററി ഒക്കെ പഠിക്കണു? അല്ലെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്ട്സിനെയും മാത്സിന്റെ ആയാലും നമ്മൾ ഓരോ പ്രോബ്ലംസ് ഒക്കെ ബൈ ഹാർട്ട് ഇത് എന്തിനായി പഠിക്കണേ? ഇപ്പൊ ഗാന്ധിജി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, എനിക്ക് ഇഷ്ടമല്ല. ഗാന്ധിജി പറയുന്നത് ഡെയിലി ലൈഫിൽ കുട്ടികൾക്ക് അതൊന്നും ആവശ്യമില്ല എന്ന്. I did not believe in the existing system of education.
ഇപ്പോഴത്തെ എഡ്യൂക്കേഷന്റെ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇപ്പോ നിലനിൽക്കുന്ന ഈ സിസ്റ്റം ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാന്ന്. ആൻഡ് ഐ ഹാഡ് എ മൈൻഡ് എന്നൊരു ഫ്രേസ് ആണ്. എന്റെ മനസ്സിലൊരു ഐഡിയ, ഐ ഡിസൈഡ് ഐഡിയ ഇൻ മൈ മൈൻഡ്. എന്റെ മനസ്സിലൊരു ഐഡിയ വന്നു. ഐ ഹാഡ് എ ഐഡിയ ഇൻ മൈ മൈൻഡ്. എന്റെ മനസ്സിലൊരു ആശയം ഇങ്ങനെ വരികയാണ്. ടു ഫൈൻഡ് ഔട്ട് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ് ദ ടു സിസ്റ്റം. എന്താണ് എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുന്നത്? ഗാന്ധിജി പറയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ന് നിലനിൽക്കുന്ന ഈ വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യമില്ല, കുട്ടികളുടെ ഭാവിയിലേക്ക് കാര്യമില്ല. എന്താവശ്യമുള്ളത്? എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ്. എന്താവശ്യം? ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും പഠിക്കാതെ നടത്താൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ ഉണ്ടാവണം. ഓരോ അനുഭവത്തിൽ നമ്മൾ ഓരോ പാഠം പഠിക്കണം. ആൻഡ് എക്സ്പെരിമെന്റ് ദ ട്രൂ സിസ്റ്റം. നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? എക്സ്പെരിമെന്റ് ചെയ്യണം. ദ ട്രൂ സിസ്റ്റം. ഓൺലി ദിസ് മച്ച് ഐ നോ, ദാറ്റ് ഇത്രേ എനിക്ക് അറിയുള്ളൂ. ദാറ്റ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ, മാതൃകാപരമായിട്ടുള്ള അവസ്ഥയില് ട്രൂ എഡ്യൂക്കേഷൻ കുഡ് ബി ഇംപാർട്ടഡ് ഓൺലി ബൈ ദ പാരന്റ്സ്. നല്ല മാതൃകാപരമായിട്ടൊരു കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിലെ വിദ്യാഭ്യാസം കൊടുക്കാൻ വേറെ ഒരു സ്ഥലത്തേക്കും വിടേണ്ട ആവശ്യമില്ലാന്ന്. എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് പാരന്റ്സ് ആണ്. പാരന്റ്സ് ട്രൂ എഡ്യൂക്കേഷൻ കുഡ് ബി ഇംപാർട്ട് ചെയ്യാം, പകർന്നു നൽകുക ഓൺലി ബൈ ദ പാരന്റ്സ്. ആരെ കൊടുത്താൽ മതി? പാരന്റ്സ് കൊടുത്താൽ മതി. അത് ഒരു കണ്ടീഷൻ കിട്ടോ. എങ്ങനെ? ഐഡിയൽ കണ്ടീഷൻ, മാതൃകാപരമായിട്ടുള്ള പാരന്റ്സ് ആവണം കേട്ടോ. മാതൃകാപരമായിട്ടുള്ള നല്ലൊരു കുടുംബത്തിലെ നല്ല പാരന്റ്സിന്റെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിലെ പാരന്റ്സ് മതി അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ. True education could be imparted only by the parents, and that there should be minimum of outside help, and that there should be the minimum of outside help. പുറമേ നിന്നുള്ള സഹായം അത് വളരെ മിനിമം മതി എന്ന്. Tolstoy farm was the family. അപ്പൊ ഗാന്ധിജി പറയാണ് അത് ഈ ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞ ഫാമിലിയിലെ in which I occupied the place of the father. അപ്പൊ പറഞ്ഞു ഒരു കുടുംബത്തിലെ ആരുണ്ടായാൽ മതി? കുറച്ച് നല്ല ഐഡിയാസ് ഉള്ള നല്ല മാതൃകകളാവുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ അവര് മതി ആ കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പൊ സഹായം വളരെ കുറച്ച് കിട്ടിയാൽ മതി. അവിടുന്ന് പുറമേ നിന്ന് മിനിമം ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയാൽ മതി പുറമേ നിന്ന് കുട്ടികൾക്ക്. അപ്പൊ ഗാന്ധിജി പറയാണ് ഈ ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞാലും ഒരു ഫാമിലി, ഞാൻ അടങ്ങുന്ന എന്റെ ഫാമിലിയിലെ ഞാനാണ് അവിടുത്തെ ഫാദർ. ഇൻ വിച്ച് ഐ ഓക്യുപ്പൈഡ് ദ പ്ലേസ് ഓഫ് ദ ഫാദർ. ഈ ടോൾസ്റ്റോയ് ഫാമിലെ ഫാദർ ആരാണ്? ഞാനാണ് എന്ന്. ആൻഡ് ദാറ്റ് ഐ ഷുഡ് സോ ഫാർ ആസ് പോസിബിൾ, അതുകൊണ്ട് ഐ ഷുഡ് സോ ഫാർ ആസ് പോസിബിൾ, എത്ര എനിക്ക് പറ്റുമോ അത്രയും ഞാൻ ചെയ്തു. ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്താ? റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം. ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ചുമലിലേറ്റുക എന്ന് വെച്ചാൽ എന്താണ്? ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. ഫോർ ട്രെയിനിങ് ദ എൻഡ്, അവിടുത്തെ കുട്ടികളെ ട്രെയിനിങ് ചെയ്യാനുള്ള, അവർക്ക് പരിശീലനം കൊടുക്കാനുള്ള ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. അപ്പോ ഗാന്ധിജി പറയാണ്, ഗാന്ധിജിയുടെ ടോൾസ്റ്റോയ് ഫാമിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഈ ടോൾസ്റ്റോയ് ഫാം ആരുണ്ടാക്കിയതാണ്? കലൻ ബച്ചും ഗാന്ധിജിയും കൂടി ഉണ്ടാക്കിയ ഈ ടോൾസ്റ്റോയ് ഫാമിലെ പുറമേ നിന്ന് ടീച്ചേഴ്സിനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അതിന് പറഞ്ഞത് എന്താണ്? ദേ കാന്റ് അഫോർഡ് ഇറ്റ്, അവർക്കത് താങ്ങില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗാന്ധിജി തന്നെ ആ കുടുംബത്തിന്റെ പാരന്റായ ഫാദറായ ഗാന്ധിജി തന്നെ ആ കുട്ടികളെ എല്ലാവരെയും പഠിപ്പിക്കാമെന്ന് ഗാന്ധിജി തീരുമാനിക്കാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ